പരിശുദ്ധമായൊരു മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ദുൽഹജ്ജ് മാസം, ഹജ്ജിന്റെ മാസം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر والفجر പ്രഭാതം തന്നെ സത്യം. പരിശുദ്ധമായൊരു മാസം വരുമ്പോൾ നമ്മൾ ഒരുങ്ങണം. ഈ മാസത്തിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ആദ്യ 10 ദിനങ്ങൾ പ്രത്യേകിച്ചും നിർബന്ധമായ എല്ലാ ആരാധനകളും കടന്നു വരുന്ന നിമിഷമാണ് അല്ലേ? റമളാനിൽ ഹജ്ജില്ലല്ലോ. ഹജ്ജുള്ളത് ദുൽഹജ്ജ് മാസത്തിലാണ്. നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്, നിസ്കാരങ്ങളുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ട്. ആ അർത്ഥത്തിൽ അത്രമേൽ പരിഗണിക്കപ്പെടേണ്ട ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ മാസങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, കൂടുതൽ ആദരിക്കണം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് തഖ്വയുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ. തഖ്വയുണ്ടോ? ഈ മാസമൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു വൈകാരികത. എൻ്റെ റബ്ബ് എനിക്ക് തന്ന നിമിഷങ്ങൾ, എൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ, എൻ്റെ റബ്ബ് എന്നിലേക്ക് അടുത്തു വരുന്ന നിമിഷങ്ങൾ, യാ റബ്ബി എന്നൊറ്റക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞ് എൻ്റെ നാഥനെ വിളിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ, ഞാൻ എങ്ങനെ അത് വേസ്റ്റാക്കി കളയും? അതുകൊണ്ട് തന്നെ ഈ അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങളിൽ തിന്മ ചെയ്താൽ നമ്മുടെ ഈമാനിനെ പോലും അത് ബാധിക്കുമെന്ന് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ, ഹബീബായ തങ്ങൾ ആദ്യത്തെ 9 ദിവസവും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. ദുൽഹജ്ജ് 1 മുതൽ അറഫ ദിവസം വരെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട്, ഈ 10 ദിനരാത്രങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന നന്മകളെക്കാൾ അള്ളാഹുവിന് അത്രമേൽ പ്രിയപ്പെട്ട വേറൊന്നില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. ഏതാണ് പ്രഭാതം? അത് പെരുന്നാളിന്റെ പ്രഭാതം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെ സത്യം. അള്ളാഹ് സത്യം ചെയ്ത് പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, 10 രാത്രി എന്ന പ്രയോഗം അത് 10 ദിനം 10 ദിവസം എന്നതിലേക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ 10 ദിവസങ്ങൾ അത്രമേൽ പ്രത്യേകതയുള്ളതാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹജ്ജിലെ ആദ്യ 10 ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ റമദാനോ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമദാനിലെ രാത്രിയാണ്. കാരണം റമദാനിലെ അവസാനത്തെ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. ആ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. എന്നാൽ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 റമദാനിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ. റമദാനിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠത എതിനുണ്ട്? ഇമാമിങ്ങൾ പറയാണ്, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകൾക്കുണ്ട്. എത്രമേൽ നമ്മൾ പരിഗണിക്കണം.